ഹലോ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൻ്റെ പാർട്ട് 5 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിൽ കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഇത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷനാണ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഭാഗമാണ്, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. Oxidation reaction, the process in which oxygen is added to a substance, or the process in which hydrogen is removed from a substance, or the process in which a substance loses electron. ഇതിൽ ഏതായാലും ഓക്സിഡേഷനാണ്. ഓക്സിജൻ ഈസ് ആഡഡ് ടു എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ കൂടെ ഓക്സിജൻ ആഡ് ചെയ്താലും, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ റിമൂവ് ചെയ്താലും, അതുപോലെ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാലും അത് ഓക്സിഡേഷൻ റിയാക്ഷൻ തന്നെയാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 2Cu plus O2 gives 2CuO. Cu കോപ്പർ, CuO കോപ്പർ ഓക്സൈഡ്. അപ്പോൾ റിയാക്ഷൻ നോക്കിയേ, കോപ്പർ ഈസ് ചേഞ്ച്ഡ് ടു CuO, കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറി, CuO ആയിട്ട് മാറി. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഡിഷൻ ഓഫ് ഓക്സിജൻ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓക്സിജൻ ആഡ്, അഡിഷൻ, ഓക്സിഡേഷൻ ആണ്. അപ്പം എന്താ നമ്മൾ പറയുന്നത്? കോപ്പർ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ടു കോപ്പർ ഓക്സൈഡ്, അഡിഷൻ ഓഫ് ഓക്സിജൻ. ഇനി ഹൈഡ്രജൻ H2S plus O2 gives 2S plus 2H2O. 2H2S എന്താ? ഈ 2H2S plus O2 gives 2S plus 2H2O. H2S എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ. അപ്പം ഹൈഡ്രജൻ സൾഫൈഡ് കൺവേർട്ടഡ് ടു സൾഫറായിട്ട് മാറി. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ റിമൂവ് ചെയ്തിരിക്കുന്നു. ഹൈഡ്രജന്റെ റിമൂവൽ ആണെങ്കിൽ എന്താ? അത് ഓക്സിഡേഷൻ തന്നെയാണ്, അഡിഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ് പ്ലസ് ക്ലോറിൻ ഗീവ്സ് HCl പ്ലസ് S, സൾഫർ. അവിടെ എന്താ? ഹൈഡ്രജൻ സൾഫൈഡ് സൾഫർ ആയിട്ട് മാറി അല്ലേ? അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്താ? ഓക്സിഡേഷൻ. അടുത്തത് സിങ്ക് ഗീവ്സ് സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺ. സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ട് 2 പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. സിങ്ക് 2+. ഒരു ആറ്റത്തില് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം ഈക്വൽ ആണ് അല്ലേ? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഈക്വൽ ആയതുകൊണ്ടാണ് ആറ്റം ന്യൂട്രൽ ആയിട്ടിരിക്കുന്നത്. ഈ ആറ്റത്തിൽ നിന്നും 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അവിടെ പ്രോട്ടോണിന്റെ എണ്ണം 2 കൂടി നിൽക്കും. ഇലക്ട്രോണിനെക്കാട്ടിലും കൂടുതലായിട്ട് നിൽക്കും 2 പ്രോട്ടോണിന്റെ എണ്ണം. അപ്പം അതിന് 2 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുകൊണ്ടാണ് സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ അതിന് 2 പോസിറ്റീവ് ചാർജ് വന്നു അല്ലേ? സിങ്ക് ഗീവ്സ് സിങ്ക് 2++ 2 ഇലക്ട്രോൺ. ഇങ്ങനെ ഇലക്ട്രോണിനെ ലോസ് ചെയ്താലും അതിനെ നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ ഒന്നുകൂടെ നോക്കാം. അഡിഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ലോസിങ് ഓഫ് ഇലക്ട്രോൺസ്, ഇതാണ് ഓക്സിഡേഷൻ. നെക്സ്റ്റ് റിഡക്ഷൻ റിയാക്ഷൻ. The process in which oxygen is removed from a substance, or the process in which hydrogen is added to a substance, or the process in which substance gains electron. ഇതെല്ലാം റിഡക്ഷൻ ആണ് അല്ലേ? It is the reverse process of oxidation. The process in which oxygen is removed from a substance, അതും റിഡക്ഷൻ ആണ്. Hydrogen is added to a substance or substance gains electron. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഓക്സിഡേഷൻ ഈസ് അഡിഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ സബ്സ്റ്റൻസ്
ലൂസസ് ഇലക്ട്രോൺസ്. അതായിരുന്നു ഓക്സിഡേഷൻ എങ്കിൽ റിഡക്ഷൻ ഓക്സിജൻ ഈസ് റിമൂവൽ ഓഫ് ഓക്സിജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ സബ്സ്റ്റൻസ് ഗെയിൻസ് ഇലക്ട്രോൺസ്. ഇതാണ് റിഡക്ഷൻ റിയാക്ഷൻസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. CuO plus H2 gives H2O plus Cu. ഇവിടെ കോപ്പർ ഓക്സൈഡ് CuO കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ Cu ആണെങ്കിൽ ലോസ് ഓഫ് ഓക്സിജൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ലോസ് ഓഫ് ഓക്സിജൻ എന്തുവായിരുന്നു? റിഡക്ഷൻ റിയാക്ഷൻ. അതുപോലെ H2 plus Cl2 gives 2HCl. ഇവിടെ ക്ലോറിൻ HCl, Cl2 HCl ആയിട്ട് മാറിയിരിക്കുന്നു. ക്ലോറിൻ HCl ആയിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ എന്താ? ഗെയിൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലെ? ഗെയിൻ Clന് ഹൈഡ്രജനെയും കൂടെ കിട്ടിയാണ് HCl ആയത്. അപ്പൊ ഗെയിൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഗെയിൻ ഓഫ് ഹൈഡ്രജൻ എന്തായിരുന്നു? റിഡക്ഷൻ റിയാക്ഷൻ. അതുപോലെ സിങ്ക് 2+, 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് 2+ ആകുന്നത്. അതിന് എഗെയിൻ 2 ഇലക്ട്രോണെ തിരിച്ചു കിട്ടുന്നു. +2 ഇലക്ട്രോൺസ് ഗീവ്സ് സിങ്ക്, ന്യൂട്രൽ ആകുന്നു. ഈ റിയാക്ഷനെ നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ എന്നാണെന്ന് പറയുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ഇതും റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ എന്താണെന്ന് പഠിച്ചു, റിഡക്ഷൻ റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്സിഡേഷൻ ഓർത്താൽ മതി, അഡീഷൻ ഓഫ് ഓക്സിജൻ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അതുപോലെ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴും അത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിമൂവൽ ഓഫ് ഓക്സിജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. ഇതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. എഴുതിയിട്ടുണ്ട്. ഓക്സിജൻ ഗെയിൻ കിട്ടുവാണെങ്കിൽ എന്താണത്? ഓക്സിഡേഷൻ. ഹൈഡ്രജൻ കിട്ടുവാണെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ. അതുപോലെ ഓക്സിജൻ നഷ്ടപ്പെടുവാണെങ്കിൽ, ലോസ് ആണെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ. ഹൈഡ്രജൻ ലോസ് ആണെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ്, റിഡോക്സ് റിയാക്ഷൻ. The reaction in which oxidation and reduction takes place simultaneously are called redox reactions. ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ. നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. An example for redox reaction: CuO plus H2 gives Cu plus H2O. Copper oxide plus hydrogen gives copper plus water. ഇവിടെ CuO is converted to copper. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് റിഡക്ഷൻ റിയാക്ഷൻ. അതുപോലെ ഹൈഡ്രജൻ ഈസ് കൺവേർട്ടഡ് ടു വാട്ടർ. ഇവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഒരേ റിയാക്ഷനിൽ തന്നെ റിഡക്ഷൻ റിയാക്ഷനും ഓക്സിഡേഷൻ റിയാക്ഷനും വന്നിരിക്കുന്നു അല്ലേ? the reaction in which oxidation and reduction reaction take place simultaneously, that reaction is called redox reaction. ഈ എക്സാമ്പിളിൽ Cu ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? റിമൂവൽ ഓഫ് ഓക്സിജൻ. അവിടെ Cu റെഡ്യൂസ്ഡ് ടു കോപ്പർ. അതുപോലെ ഹൈഡ്രജൻ കൺവേർട്ടഡ് ടു വാട്ടർ. ഹൈഡ്രജൻ that reaction is oxidation reaction. അപ്പോൾ ഹൈഡ്രജൻ ഈസ് ഓക്സിഡൈസ്ഡ് ടു വാട്ടർ. ഇപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഉണ്ട്. ഓക്സിഡേഷൻ റിയാക്ഷനെ സഹായിക്കുന്ന ആരാണോ, കൂടെ നിൽക്കുന്ന ആരാണോ, അവരെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അതുപോലെ റിഡക്ഷൻ റിയാക്ഷനെ സഹായിക്കുന്ന ആരാണോ അവരെ റെഡ്യൂസിങ് ഏജന്റ് എന്നും പറയുന്നു. അപ്പം ഈ റിയാക്ഷനിലെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാണ്? H2 ചേഞ്ചസ് ടു വാട്ടർ. അവിടാണ് അഡീഷൻ ഓഫ് ഓക്സിജൻ വന്ന് ഓക്സിഡേഷൻ. ആ ഓക്സിഡേഷനെ സഹായിക്കുന്നത് ആരാ? കൂടെ നിൽക്കുന്ന CuO. ഓക്സിജനെ കൊടുത്തത് CuO ആണ്. അതുകൊണ്ട് CuOനെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നു. അതുപോലെ ഹൈഡ്രജൻ അതുപോലെ Cu ആയിട്ട് മാറി. അതാണ് അവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ. അങ്ങനെ ആ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്തത്,
ആ റിഡക്ഷൻ റിയാക്ഷനെ സഹായിച്ചത് കൂടെ നിന്ന ഹൈഡ്രജനാണ്. അതുകൊണ്ട് ഹൈഡ്രജനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്നും പറയുന്നു. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. MnO2 plus 4HCl gives MnCl2 plus Cl2 plus 2H2O. ഇവിടെ MnO2 changes to MnCl2. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് അവിടെ നടന്നിരിക്കുന്നത്. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അതുപോലെ HCl Cl2 ആയിട്ട് മാറി. ഇവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പം MnO2 is reduced to MnCl2 and HCl is oxidized to Cl2. ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ MnO2 MnCl2 ആയിട്ട് മാറിയ റിഡക്ഷൻ റിയാക്ഷനെ സഹായിച്ചത് കൂടെ നിന്ന HCl ആണ് അല്ലേ, HCl. അതുകൊണ്ട് HClനെ നമ്മൾ എന്ത് പറയുന്നു? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നു. അതുപോലെ ഓക്സിഡേഷൻ റിയാക്ഷൻ HCl Cl2 ആയിട്ട് മാറിയ ഓക്സിഡേഷൻ റിയാക്ഷനെ സഹായിച്ചത് കൂടെ നിന്ന് MnO2 ആണ് അല്ലേ. ആ MnO2വിനെ നമ്മൾ എന്ത് പറയുന്നു? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നു. Another example, H2S plus Cl2 gives S plus HCl. അതിൽ H2Sനെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ട് സൾഫറായിട്ട് മാറി. ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് സൾഫറായി. അതുപോലെ Cl2 അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ വന്നിട്ട് HCl ആയി. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പം ഇവിടെ ഓക്സിഡൈസ് ചെയ്തതാരാ? hydrogen sulfide is oxidized to sulfur. Hydrogen sulfide is oxidized to sulfur and chlorine is reduced to HCl. ഓക്സിഡേഷൻ റിയാക്ഷനെ സഹായിച്ചതാരാ? ക്ലോറിൻ. അതുകൊണ്ട് ക്ലോറിൻ ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റിഡക്ഷൻ റിയാക്ഷനെ സഹായിച്ചതാരാ? ഹൈഡ്രജൻ സൾഫൈഡ്. H2S ഈസ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് ഓക്സിഡേഷൻ എന്താണെന്ന് നന്നായിട്ട് പറയണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്സിഡേഷൻ അഡിഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇലക്ട്രോണിൻ്റെ കാര്യമാണെങ്കിൽ ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ്, അതാണ് ഓക്സിഡേഷൻ. അതുപോലെ റിഡക്ഷൻ റിയാക്ഷൻ പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. എന്നിട്ട് കെമിക്കൽ റിയാക്ഷൻസ് എഴുതിയിട്ട് അതിനകത്ത് റിമൂവലാണോ അഡിഷൻ ഓഫ് ഓക്സിജൻ ആണോ എന്ന് നോക്കിയിട്ട് അത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് ആ റിയാക്ഷനെ സഹായിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അല്ലേ. ആ റിയാക്ഷനിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന റിയാക്റ്റൻ്റ് ആയിരിക്കും. ആ റിയാക്റ്റൻറ്റിനെ നമ്മൾ അതിൻ്റെ ഏജന്റ് എന്ന് പറയുന്നു. ഓക്സിഡേഷനെ സഹായിക്കുകയാണെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്, റിഡക്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നു. ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ എഴുതി അതിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും ഒരു 2-3 ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാവും. എല്ലാവരും നന്നായി ഈ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് പഠിക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.